ആഷിക ഇന്നലെ വി ഡി സതീശൻ നേതൃത്വത്തിലുള്ള 16ാമത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ്. അതിനുശേഷം ഇടതുപക്ഷം ആകെ അസ്വസ്ഥരാണ്. ഇന്നിപ്പോ മണിയാശാന്റെ ഒരു ചാനൽ പ്രസ്താവനയാണ് എന്നെ ഹഠാതെ ആകർഷിച്ചത്. അതില് അദ്ദേഹം പറയുന്നത് KSRTC ബസ്സുകളിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന തീരുമാനത്തിനെതിരെയായിരുന്നു വന്നത്. സൗജന്യയാത്ര നടത്തണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ സ്വന്തം വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സൗജന്യയാത്ര പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനുള്ള പണം സതീശൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാണാമെന്നുമാണ് മണിയാശാൻ പ്രതികരിച്ചത്. അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ആദ്യം മണിയാശാന്റെ ഈ പ്രതികരണത്തിലേക്ക് പോകാം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM കനത്ത പരാജയം ഏറ്റിരുന്നു. അപ്പോൾ മണിയാശാന്റെ ഇതേ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം അറിയാലോ, ഞാൻ പറയാതെ ഇത് തന്നെ അദ്ദേഹത്തിന് ഒരു ഉൾക്ക പോലെ തിരിച്ചടിച്ചു, പെൻഷനും വാങ്ങി മാറ്റി കുത്തി. അത് മണിയാശാനോട് ഒരു സമൂഹം ഒട്ടാകെ പറഞ്ഞാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല ആ ഒരു തുക എടുത്തു കൊടുക്കുന്നത്, സർക്കാർ ഖജനാവിൽ നിന്നാണെന്ന്. ആ ഒരു വാക്ക് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാവും ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. മണിയാശാന് ബോധോദയം വന്നു എന്ന് ആണ് തോന്നുന്നത്. അതെ, അല്ല ആഷിക്ക്, എനിക്കൊരു സംശയം. ഈ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ സൗജന്യ ബസ് യാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ സംശയങ്ങൾ നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം സ്ത്രീകളെല്ലാം കൂടി ഈ KSRTC ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാകും? കാരണം സ്ത്രീകൾ ഫ്രീ ടിക്കറ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും യാത്രയ്ക്ക് അവർ തിരഞ്ഞെടുക്കുക KSRTC ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം KSRTCയിൽ സ്ത്രീകൾക്ക് ഇത്ര സീറ്റ്, പുരുഷന്മാർക്ക് ഇത്ര സീറ്റ് എന്നാണ്. അപ്പം അങ്ങനെ സ്ത്രീകൾ കൂട്ടത്തോടെ ഈ വാഹനത്തിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞാൽ യാത്രാ ദുർഘടം ഉണ്ടാവില്ലേ എന്നുള്ള ഒരു സംശയത്തിൽ നിന്നുമാണ് ഇന്നലെ പറഞ്ഞത് പിങ്ക് ബസ്സുകൾ പ്രാബല്യത്തിൽ വരും എന്നുള്ള ഒരു കേൾവിയുണ്ട്. അതെന്തായാലും കൺഫർമേഷൻ അല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതേ സംശയം തന്നെയാണ്. മണിയാശാന്റെ സംശയമല്ല. മണിയാശാനെ പോലെ ഇത് നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നടക്കുകയാണെങ്കിൽ തന്നെ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വകവെക്കുന്ന രീതിയിലേക്ക് പോവില്ലേ? കാരണം ഓൾറെഡി പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത് വന്നു വരുന്നുണ്ട്. അവർ സമരമുറകൾ ഉൾപ്പെടെയുള്ള ഒരു പ്രതിഷേധ നടപടികൾക്ക് വരും എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞത്. അതൊരു സൈഡിലേക്ക് മാറി നിൽക്കട്ടെ. നമുക്ക് മണിയാശാന്റെ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ ചോദിച്ചത് ഇങ്ങനെ ഒരു സംശയം എനിക്ക് വന്നുകൊണ്ടാണ്. മണിയാശാന്റെ അടുത്തൊരു പ്രസ്താവനകളുണ്ട്, അതും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ രാജ്യം എത്തിച്ചു കൊടുത്തവരാണ് സതീശൻ പാർട്ടിയെന്നും അങ്ങനെയുള്ളവർ കൊണ്ടുവരുന്ന വികസനം എങ്ങനെയുള്ളതാണെന്ന് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ CPM കമ്മിറ്റികൾ പിണറായി വിജയനും ഗോവിന്ദനുമെതിരെ വരുന്ന വിമർശനങ്ങളെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ രാജ്യം ഭരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. രാജ്യം ഭരിക്കുന്നത് BJP ആണ്, NDA സഖ്യമാണ്. അപ്പോൾ ഗാന്ധിജിയെ കൊന്നവർ എന്നാണ് അദ്ദേഹം ഈ BJP നേതൃത്വത്തെ പറയുന്നത്. പക്ഷേ അവിടെയും എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്കെതിരെ എല്ലാ കാലത്തും ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഐക്യജനാധിപത്യ മുന്നണി. അപ്പോൾ അവർക്കെതിരെ മണിയാശാൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അതിൽ ഒരു നേതാവ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ 1% സത്യസന്ധത ഉണ്ടാകണ്ട, അല്ലെങ്കിൽ ആധികാരികമായി എന്തെങ്കിലും ഉണ്ടാകണ്ട. എന്തെങ്കിലുമൊക്കെ വായിക്ക് വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് അതെൻ്റെ നാടൻ പ്രയോഗമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ആഷിക്കുള്ളത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും PM ശ്രീ പദ്ധതി ആരും അറിയാതെ നടപ്പാക്കലുണ്ടായി. അത് ഗാന്ധിജിയെ കൊന്ന തീവ്രവാദികളെക്കുറിച്ചുള്ള ന്യായീകരണം ഏർപ്പെടുത്തുന്ന സിലബസുകൾ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ വരുത്തുന്ന രീതിയിലുള്ള പദ്ധതിയായിരുന്നു PM ശ്രീ. അപ്പോഴൊന്നും ഈ ഒരു നടപടിയെ ഈ മണിയാശാൻ എതിർത്തിരുന്നില്ല. അപ്പോഴൊന്നും മണിയാശാൻ ഉടുമ്പൻചോലയിൽ ഉണ്ടായിരുന്നില്ലേ? അല്ല, അപ്പോഴൊന്നും അതേ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ? അല്ല, മണിയാശാൻ ആർക്കൊക്കെ പെൻഷൻ കിട്ടിയെന്ന് നോക്കി പോയേക്കുമല്ലായിരുന്നു. ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ആർക്കൊക്കെ പെൻഷൻ കിട്ടി, അവരൊക്കെ ആർക്കൊക്കെ കുത്തി എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. പിന്നെ മണിയാശാന്റെ നാടൻ പ്രയോഗത്തെ കുറിച്ചും കൂടെ അത് മാത്രമല്ല ഡൽഹിയിൽ പോയി നിർമ്മലാ സീതാരാമനും അതുപോലുള്ള കേന്ദ്രമന്ത്രിമാരുമായിട്ട് പ്രാതൽ കഴിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. ആ സമയത്തും ഈ ഉടുമ്പൻചോലയിൽ ഉറക്കത്തിലായിരുന്നു MM മണി. അല്ല, MM മണി എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ നേരത്തെ ചില പ്രശ്നങ്ങളല്ല, വായിൽ തോന്നുന്ന കോതയ്ക്ക് അല്ല, ഈ അവസാനം പുള്ളി പറഞ്ഞ വാക്കുകൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് ഞങ്ങളെ ആർക്കും ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ മുണ്ടും മടക്കി കുത്തി കവലത്തിനെ പോയിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്ന് പുള്ളി തന്നെ സമ്മതിച്ചു. മുണ്ടും മടക്കി കുത്തി ഇവിടെയൊക്കെ തന്നെ കാണും. 35-ലേക്കാണ് ഒതുങ്ങിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലാ അവലോകന യോഗത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് MM മണി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ വിജയം സുനിശ്ചിതമായേനെ. കാരണം ആ ഒരു ഉടുമ്പൻചോലയുടെ അല്ലെങ്കിൽ ആ ഒരു മണ്ഡലത്തിന്റെ റൂട്ട് അറിഞ്ഞ ഒരു നേതാവാണ് അദ്ദേഹം.
അദ്ദേഹം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു നാട്ടിലുള്ളവർ വളർച്ച എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പൊട്ടക്കിണറ്റിലെ തവളയെ പോലെയാണ് ആ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾ. കാര്യം ഈ മലയോര പ്രദേശങ്ങളായിട്ട് വരുന്ന ഈ ഉടുമ്പൻചോല ഈ പ്രദേശങ്ങൾ ഇപ്പോഴും അവരുടെ തോട്ടം, അവരുടെ കുടുംബം ആ ഒരു സെറ്റപ്പിൽ മാത്രം ജീവിക്കുന്നവരാണ് ബേസിക്കലി. അതായത് ഏലം, കാപ്പി, കുരുമുളക് അങ്ങനെ കുറച്ച് കൃഷികളും രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ ആ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങൾ നോക്കി വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്തുള്ള കവലയിൽ പോയി കുറച്ച് വർത്തമാനങ്ങളും പറഞ്ഞ് അന്നത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു റൊട്ടേഷനാണ് അവർക്കുള്ളത്, ബേസിക്കലി ഉള്ളത്. അല്ലാതെ ഈ പറയുന്ന നഗര സംസ്കാരം അല്ലെങ്കിൽ നഗരവൽക്കരണം എന്നതിനെ കുറിച്ചൊന്നും അവർ കേട്ടിട്ടില്ല. പക്ഷേ അടിസ്ഥാന വികസനമെങ്കിലും അവർക്ക് ഞാൻ പറഞ്ഞു വന്നതാണ് ആഷിക്ക്, ഞാൻ പറഞ്ഞു വന്ന പൂർത്തി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് അവർക്ക് അതാണ് ലോകം. പണ്ടൊക്കെ നമ്മൾ കളിയാക്കി പറയുമായിരുന്നു കണ്ണത്ത ദൂരത്തിനപ്പുറം കടല് എന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു കാലം ഇപ്പോഴും ജീവിച്ചു തീർക്കുന്ന ഒരു അടിസ്ഥാന വിഭാഗം, അതായത് കർഷകരുടെ ഒരു ഗ്രാമമാണ് ഈ പറയുന്നത് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മണിയാശാൻ കാണിച്ചു കൂടുന്ന ഗിമ്മിക്കുകൾ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആയിരിക്കാം. പക്ഷേ ഇത്തവണ ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ശക്തമായ ഭരണവിരുദ്ധ പ്രക്ഷോഭമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അത് ബുദ്ധി ഉണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ. തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ബുദ്ധിയില്ല എന്ന് അടച്ച് ആക്ഷേപിക്കാൻ ഞാൻ പറയട്ടെ, ഞാൻ തോറ്റു അല്ലെങ്കിൽ എനിക്ക് പരാജയം സംഭവിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറയാം ഞാൻ തോറ്റു, അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്, ഞാൻ ശക്തമായി അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞാൻ വിലയിരുത്തി ഞാൻ തിരിച്ചു വരും എന്ന് പറയുന്നതും, തോറ്റോ നിങ്ങളാണ് ഞങ്ങളല്ല നിങ്ങളാണ് തോപ്പിച്ചത് എന്ന് പറയുന്നതും, അതിൽ ഏതാണ് ബുദ്ധി ഏതാണ് മണ്ടത്തരം ആഷിക്ക്? ഇതിലിപ്പോ വി.ഡി. സതീഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പറവൂർ മണ്ഡലത്തിൽ ഒരു തവണ മാത്രമേ അദ്ദേഹം തോറ്റുള്ളൂ. ആ ഒരു തോൽവിക്ക് ശേഷം ആ പറവൂർ മണ്ഡലത്തിൽ ഇറങ്ങി ആ ഒരു ഗ്രൗണ്ട് വർക്ക് വരെയുള്ള ഹോംവർക്കുകൾ ചെയ്ത് തിരിച്ച് ഒരു തവണ മത്സരിച്ചു. അതിനുശേഷം തുടർച്ചയായി പറവൂരിന്റെ വിലാസം അല്ലെങ്കിൽ വി.ഡി. സതീഷിന്റെ വിലാസമായി മാറി പറവൂർ. ഈ പറയുന്ന RC അതായത് രമേശ് ചെന്നിത്തല അദ്ദേഹം കോട്ടയം ജില്ല തോറ്റിട്ടുണ്ട്, കോട്ടയത്ത് തോറ്റിട്ടുണ്ട്. കോട്ടയത്ത് അദ്ദേഹം 2 വട്ടം സുരേഷ് കുറുപ്പിനോട് തോറ്റിട്ടുണ്ട്, 2 വട്ടം അദ്ദേഹം തോറ്റിട്ടുണ്ട്. പക്ഷേ അന്നേരം ഒന്നും അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് ജനങ്ങളെ കുറ്റം പറയുവോ അല്ലെങ്കിൽ ജനങ്ങളെ തെറി പറയുവോ വായിലെ മണ്ടത്തരം വിളിച്ചു പറയുകയുള്ളതല്ല. അവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തെ ചില കിണറ്റിൽ കിടക്കുന്ന മണ്ഡലങ്ങളായിട്ടുള്ള പൊട്ടക്കിണറ്റിലെ മണ്ഡലങ്ങളായിട്ടുള്ള നേതാക്കളെയും ഈ പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയിലെ ബുദ്ധിയുള്ള നേതാക്കളെയും നമ്മൾ വിശകലനം ചെയ്യേണ്ട ആ 2 ഭാഗങ്ങളിലാണ്. ഒന്ന്, തോറ്റിട്ടുണ്ടെങ്കിൽ തോൽവി അംഗീകരിച്ച് അതെന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് അത് അടുത്ത തവണ ആവർത്തിക്കാതിരിക്കാൻ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നേതാവ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട്. പത്തനാപുരം കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ തുടർച്ചയായി ജയിക്കുകയും അയാൾ മന്ത്രിയാവുകയും MLA ആവുകയും ചെയ്ത് പൊക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ഈ പത്തനാപുരം. ഈ പത്തനാപുരത്താണ് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിക്കാൻ വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് ജനങ്ങൾ തോറ്റു അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് മാറ്റി കുത്തി മണ്ടന്മാരായി എന്ന് പറയുകയല്ല ചെയ്തത്. അദ്ദേഹം അവിടെ ആ മണ്ഡലം വിട്ടുപോകാതെ ആ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരു മൊബൈൽ ടവർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി താമസിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് റേഞ്ചിന് വേണ്ടിയിട്ടൊരു ടവർ സ്ഥാപിച്ചു കൊടുത്തു. അവിടുത്തെ അടിസ്ഥാന വർഗത്തിന്റെ അടുത്തേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവിടുത്തെ ഓരോ ജനങ്ങളുടെയും പൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കി. ഇവിടെ ഇപ്പോൾ 25 വർഷത്തെ ജയത്തിൽ മതിമറന്ന് നിൽക്കുന്ന ഗണേഷ് കുമാറിനോട് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒറ്റ ആത്മവിശ്വാസമാണ്, ഞാൻ ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ആ ജയം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ 4-ാം തീയതി വോട്ട് എണ്ണിയപ്പോൾ ആ ജയം ജനങ്ങൾ കാണിച്ചു കൊടുത്തു. ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണം ഈ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന വ്യക്തിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സതീശൻ പറവൂര് തോറ്റുമ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറവൂരിൽ നിന്നും മത്സരിച്ച് തോറ്റപ്പോൾ അദ്ദേഹം വന്നിട്ട് ചാനലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിലോ വന്നു കഴിഞ്ഞിട്ട് ജനങ്ങളെ അടച്ച് കുറ്റം പറയുകയോ അല്ല ചെയ്തത്. അദ്ദേഹം പിന്നീട് ജയിക്കുവാനായി എന്ത് ചെയ്യണം, ജനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടുതൽ നിന്നു മറുവശം ചെയ്യുന്ന ഗിമിക്കുകൾ അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുക്കുന്ന ഒരു കൺകെട്ട് വിദ്യകൾ അതല്ല വികസനമെന്നും അങ്ങനെയല്ല വികസനമെന്നും തന്റെ പ്രവർത്തിയുടെ അധികാരം കയ്യിലില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നിന്നുള്ള പ്രവർത്തിയിലൂടെയാണ് ഈ പറയുന്ന VDSഉം ഈ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാലയും ഈ പറയുന്ന RCയും അടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണിയിലെ നേതാക്കൾ എല്ലാവരും തന്നെ തങ്ങളുടെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജയിക്കുവാനായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇടതുപക്ഷത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ആ വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ അടച്ചു തെറി പറയുകയും, അത് മാത്രമല്ല അവരുടെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് തോൽവിയുടെ കാരണങ്ങളുണ്ട്. ഇടുക്കിയിൽ ആ ഒരു മണ്ഡലത്തിൽ SIR ഒരു ഫാക്ടറാണ് ആ ഒരു വോട്ട് വിഹിതം കുറയുന്നതിന്. ആ ഒരു SIRനെ തടഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു SIR നടത്താതിരുന്നില്ലെങ്കിൽ ഈ ഒരു ഇടതുപക്ഷത്തിന് വോട്ട് കുറയില്ലായിരുന്നു. അത് മാത്രമല്ല ആ ഒരു സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമായിരുന്നു LDFന്റെ. അതൊന്നും മനസ്സിലാക്കാതെയാണ് ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങളെ നേരെ വെല്ലുവിളിക്കുന്നത്. ഈ
ഇടുക്കി പണിയക്കുടി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ അച്ഛൻ്റെ സഹോദരനാണ്, അർത്ഥ സഹോദരനാണ്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, കുമളി പഞ്ചായത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം തേക്കടിയിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ച ഇടതുപക്ഷത്തിൻ്റെ ആയിരുന്നു. അപ്പം എനിക്ക് ചിറ്റപ്പനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ അവർ വളരെ കഷ്ടിച്ച് തട്ടിമുട്ടിയാണ് അവർ ജയിച്ചു പോയത്, മനസ്സിലായി. അപ്പോൾ അവർ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പിന്നെയും ഈ പണിയക്കുടി എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ആദിവാസി മേഖലയാണ്, കൂടുതലുമുള്ളത് ആദിവാസി ജനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ വിശ്വാസത്തെ പിടിച്ചിട്ടാണ് ഈ ഇടതുപക്ഷം വോട്ട് ചെയ്ത് കേട്ടോ. നമുക്കറിയാം, ഒരു വീടുകളിൽ ചെല്ലുന്നു, മണിക്കൂറുകൾ ഇരിക്കുന്നു, അവിടുത്തെ ജനങ്ങളുടെ അടുത്ത് ഈ പറയുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെയും BJPയുടെയും സ്ഥാനാർത്ഥിയെ പറ്റി ഘോരം മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, അയാൾ കൊള്ളുവരാത്തവരാന്ന് പറയുന്നു. അവസാനം അവരുടെ വിശ്വാസത്തെ പിടിച്ച് സത്യപിടിക്കുകയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനല്ല. ഈ പറയുന്ന വിശ്വാസങ്ങളെ മുറുക്കെ പിടിച്ചല്ല ഒരിക്കലും ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ടുള്ളത്. ഐ മീൻ മതവിശ്വാസങ്ങളെയോ ദൈവിക വിശ്വാസങ്ങളെയോ മുറുക്കെ പിടിച്ചിട്ടല്ല വന്നിട്ടുള്ളത്. വന്നിട്ടുള്ളത് ജനകീയ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചിട്ടാണ്. ആ ജനകീയ വിശ്വാസം ജനങ്ങളിൽ നിന്ന് കൈവിട്ട് പോയതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഇത്തവണത്തെ പരാജയത്തിന് കാരണം. കഴിഞ്ഞ 10 വർഷം ഇപ്പൊ തന്നെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇന്ന് തന്നെ വരുന്ന കുറെ പോസ്റ്റുകൾ 10 വർഷങ്ങൾക്ക് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്നാണ് പറയുന്നത്. അതായത് ജനങ്ങളെ നോക്കി ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഈ പഴയ മുഖ്യമന്ത്രിക്ക് ഒരു ധാർഷ്ട്യമായിരുന്നു. അയാളുടെ മുഖത്ത് എന്തെങ്കിലും നിങ്ങൾ ചിരി കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മുഖ്യമന്ത്രി എന്തെങ്കിലും ചിരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രസ് മീറ്റിന് ഉത്തരമുട്ടുമ്പോ ചിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഉത്തരമുട്ടുമ്പോ ചിരിച്ചു കണ്ടിട്ടുണ്ട്. മാധ്യമങ്ങളെ നോക്കി പുച്ഛച്ചിരി ഇരിക്കുന്നതാണോ ചിരി? അവരെ പുറത്താക്കുന്നതാണോ? അല്ല, അങ്ങനെയുള്ള ചിരിയെ കണ്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ചിരിയിൽ നിന്ന് ഇപ്പൊ എന്ത് പറ്റി? തന്നെ വീട്ടിലിരുന്ന് 35 പേരുമായിട്ട് നിൽക്കേണ്ട ഗതികേട് വന്നില്ലേ? ഈ പുള്ളിക്ക് ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യില്ലെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പുള്ളിക്ക് പങ്കെടുത്താൽ എന്ത്, പങ്കെടുത്തില്ലെങ്കിൽ എന്ത്. ഇവിടെ പറയുന്ന ഈ 102 നിൽക്കുമ്പോൾ അപ്പുറത്ത് ഈ 35 കൊണ്ട് വന്നിട്ട് എന്തൊക്കെ കുത്തിയാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 വട്ടം വെച്ച് കുത്തിയാലും കയറുകയെന്നുള്ള, എന്നാലും 70 കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ലെങ്കിലും പുള്ളിക്ക് കുഴപ്പമില്ല. പക്ഷെ നല്ല പണിയാണ് കിട്ടേക്കുന്നത്. ജി സുധാകരൻ്റെ മുന്നിൽ നിന്ന് പോകണം സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട്. കണ്ടറിയാം മണിയാശാൻ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഇടുക്കി ഒപ്പിച്ച് വയ്ക്കാൻ പോകുന്നതെന്നും. അടുത്ത 5 കൊല്ലം കൊണ്ട് ഇപ്പം തന്നെ നടുക്കടലിൻ്റെ നടുക്ക് തോണിയില്ലാതെ നിൽക്കുകയാണ്. ഈ മണിയാശാനെ പോലെയുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഇപ്പം നീന്താനുള്ള കൈയും കൂടെ വെട്ടിക്കളഞ്ഞ് മുക്കുന്ന സകല ലക്ഷണവും കാണുന്നുണ്ട്.